നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. ട്രേഡിങ്ങിൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു വൺ മാൻ ഗെയിമാണ്. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, ഒരാളെ കമ്പയർ ചെയ്തോ അല്ലെങ്കിൽ ഒരു ടീമായിട്ടിരുന്ന് ട്രേഡ് ചെയ്യുകയോ ഇതൊക്കെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം. എസ്പെഷ്യലി കമ്മ്യൂണിറ്റീസ്. ഞാനിത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റിൽ എൻ്റെ കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും നമ്മൾ വളരെ ലിമിറ്റഡ് ആക്സസ് കൊടുക്കുന്നതിൻ്റെ മെയിൻ റീസണും അതാണ്. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത എൻ്റെ ട്രേഡിംഗ് ജേർണിയിൽ എനിക്ക് മനസ്സിലായ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രേഡിംഗ് ഡിസ്കഷൻ നടക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി കഴിഞ്ഞാൽ മേ ബി പല ആൾക്കാരും 1 വർഷം എടുക്കാം സക്സസ് ആവാൻ. സക്സസ് ഇൻ ദ സെൻസ് ഒന്ന് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്താൻ. ചില ആളുകൾ 3 വർഷം എടുക്കാം, ചില ആളുകൾ 1 മാസം കൊണ്ടെത്താം. പക്ഷേ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ, ട്രേഡ്സ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ടൈം പീരീഡ് കൂടുന്നതല്ലാതെ ഒരിക്കലും കുറയില്ല. ഇത് ഞാൻ ഈ പറയുന്നത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ട്രേഡിംഗ് കമ്മ്യൂണിറ്റികൾ അടിപൊളിയാണ്, അതുകൊണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം, ഇങ്ങനെ കുറേ വാദങ്ങൾ തിരിച്ചു വരാം അല്ലെങ്കിൽ കമന്റ്സ് തിരിച്ചു വരാം. സോ രണ്ടാമത്തെ ഇഷ്യൂ, അതായത് ഇപ്പോൾ മെന്റർഷിപ്പ് കാര്യങ്ങളൊക്കെ വിടാം. നിങ്ങൾ നോർമലി ഫ്രീ ആയിട്ട് കിട്ടുന്ന കമ്മ്യൂണിറ്റീസിലും കാര്യങ്ങളിലൊക്കെ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ രാവിലെ ഒരു ട്രേഡ് പോസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ കയറി നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ട്രേഡ്സ് പോസ്റ്റ് ചെയ്യുന്നത് കാണാം, സെറ്റപ്സ് പോസ്റ്റ് ചെയ്യുന്നത് കാണാം, അല്ലെ? അത് ശരിക്കും ഒരു കൈൻഡ് ഓഫ് 99% ആളുകൾക്കും സിഗ്നൽ ഗ്രൂപ്പുകളായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. മെയിൻ റീസൺ നിങ്ങൾ നിങ്ങളുടെ സെറ്റപ്പിൽ ഉറച്ച് നിൽക്കില്ല എന്നുള്ളതാണ്. അതായത് നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, നമുക്കൊരു മെത്തേഡ് ഉണ്ട്, പക്ഷേ നമ്മളൊരു ട്രേഡൊക്കെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യും, ചുമ്മാ കമ്മ്യൂണിറ്റി ഒന്ന് കയറും. അവിടെ നോക്കുമ്പോൾ അവിടെ 10 അഭിപ്രായങ്ങളാണ്, 10 ചാർട്ടാണ്, 10 മൈൻഡ് സെറ്റാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, നൈസായിട്ട് നമ്മുടെ സെറ്റപ്പ് അങ്ങ് മാറ്റിയിട്ട് ഓക്കെ ഇവിടെ ഒരു നല്ല സെറ്റപ്പ് ഉണ്ടല്ലോ അതെടുക്കും. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് മറ്റുള്ളവരെ കമ്പയർ ചെയ്തും മറ്റുള്ളവരുടെ ട്രേഡിംഗ് കാര്യങ്ങളും ഒക്കെ നോക്കി മുന്നോട്ട് പോവുകയും ചെയ്യും. നമ്മുടെ സെറ്റപ്പും മൈൻഡ് സെറ്റും സൈക്കോളജിയും സ്കിൽ സെറ്റും ഡെവലപ്പ് ചെയ്യാതെ സ്റ്റക്ക് ഓൺ ആവുകയും. ഞാൻ തുടക്കം മുതലേ പറഞ്ഞ പോലെ ഇത് എത്ര പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇൻ റിയാലിറ്റി ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ഡിസ്കോഡ് കമ്മ്യൂണിറ്റി അല്ലാതെ വേറെ ഒരൊറ്റ ട്രേഡിംഗ് ഗ്രൂപ്പിലും ഇല്ല. ഓക്കെ, വെറുതെ പോലും നമ്മളൊരു സ്ഥലത്ത് കയറത്തില്ല. കാരണം ഡിസ്ട്രാക്ഷൻസ് ആണ്, നമ്മൾ ഒഴിവാക്കേണ്ടത് ഡിസ്ട്രാക്ഷൻസ് ആണ്. നമ്മളിപ്പോൾ ട്രേഡിംഗിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ സക്സസ് ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഫസ്റ്റ് തിങ് ഈസ് എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എക്സിറ്റ് അടിക്കുക, ട്രേഡ് അലോൺ. നിങ്ങളുടെ തീരുമാനങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നിടത്താണ് ഫസ്റ്റ് നമ്മുടെ വിജയം.